അലരേ നീ എന്നിലെ ഒളിയായി മാറിടുമോ പിരിയാതിന്നെന്നുമേ ജീവനെ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ അലരേ നീ എന്നിലെ ഒളിയായി മാറിടുമോ പിരിയാതിന്നെന്നുമേ ജീവനെ ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാമോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതെനിക്ക് ആരാണ്ടോ ഗിഫ്റ്റ് തന്ന നൈറ്റിയാണ് കേട്ടോ. ഇത് സത്യത്തിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ചൂടല്ലായിരുന്നു, ചൂടുകാലത്ത് ഇതിടാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ കൈക്ക് ഇച്ചിരി നീളക്കുറവ്. ഇത് ഓൺലൈൻ വഴി കണ്ട് ബുക്ക് ഇത് അങ്ങനെ കണ്ട് വരുത്തി തന്നേക്കുന്ന നൈറ്റിയാണ് കേട്ടോ. അല്ല കടകളിൽ നിന്നും മേടിക്കുന്ന സൈസാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാന്ന് വെച്ചാൽ ചൂട് കാരണമാണ് ഞാൻ ഇടാണ്ടിരുന്നത് കേട്ടോ. ഭയങ്കര ചൂടല്ലായിരുന്നു. ചൂടത്തെ സമയത്ത് ഇടുന്ന ഇതെന്ത് നൈലോൺ സൈസ് തുണിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഇപ്പം മഴക്കാലം അപ്പോൾ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നയാളോട് ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഒത്തിരി കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി. പക്ഷെ മഴക്കാലത്ത് ഇടാൻ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ തന്നയാളോട് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് കുറച്ച് സമയം സംസാരിക്കാമെന്ന് കരുതി. കാരണം ഇന്നുണ്ടല്ലോ എനിക്ക് ഇന്ന് ഇച്ചിരി തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. 1-2 സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനെല്ലാം പോയിട്ട് ഒരു കാര്യം നടന്നുമില്ല. പോയതൊക്കെ മിച്ചം വെറുതെ. അതെല്ലാം മഴയായതുകൊണ്ട് ഞാൻ വണ്ടിയും കൊണ്ട് പോയില്ല കേട്ടോ. വണ്ടി മഴയാണ്. പിന്നെ നമ്മളിപ്പം അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എല്ലാം ചെറിയ ആക്സിഡൻറ്റുകളാണ് കേൾക്കുന്നത് മൊത്തം. എന്നാന്ന് വെച്ചാൽ സ്കൂട്ടി എന്ന് പറയുന്ന സാധനം മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് പെട്ടെന്ന് സ്ലിപ്പാവുകയും നമ്മൾ ബ്രേക്ക് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പാവുകയും എടുത്തടിച്ച് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്ന സാധനമാണ് കണ്ടെടുത്തോളം. അതെന്നാന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ഓടിക്കാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നാണ്, പഠിച്ച് ഓടിച്ചുകൊണ്ട് നടക്കുന്ന പിള്ളേരുടെ കയ്യിൽ നിന്നൊക്കെ ആണെങ്കിലും സ്കൂട്ടി പോയി മറിഞ്ഞ് ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് മഴയും കൂടെ ആയതുകൊണ്ട് ഞാൻ സ്കൂട്ടി എടുത്തോണ്ട് പോയില്ല കേട്ടോ. അവനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം, ഇന്ന് സ്റ്റാർട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ ഇച്ചിരി വെയിലൊക്കെ ഉള്ളപ്പോഴേ കൊണ്ടുപോകുന്നുള്ളതെന്ന് വിചാരിച്ചു. നമ്മളൊരു പരിധി വരെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ സൂക്ഷിക്കുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. വരുത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഈ മഴക്കാലത്ത് സ്കൂട്ടി അത്രയ്ക്കൊരു സേഫ്റ്റി അല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതുകൊണ്ട് ഞാൻ വണ്ടി കൊണ്ടുപോയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നടന്നു പോയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇച്ചിരി മടുപ്പുമായി. പോയ കാര്യമൊന്നും സാധിച്ചുമില്ല, ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്തിനാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ബുക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ ചെയ്തോ? എല്ലാവർക്കും അത് ചെയ്യണം എന്നുള്ള ഇതായിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സിലിണ്ടർ ബുക്ക് ചെയ്താൽ കിട്ടത്തുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ലെവലിലോട്ട് പോകും കാര്യങ്ങളെന്ന് ആണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ. പക്ഷെ റെഡി ആയിട്ടില്ല ഇനി. അപ്പോൾ എന്തായാലും ഇനി അതിന് പീരുമേട്ടിൽ തന്നെ പോകണം. അതിനിപ്പം എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ എപ്പോഴെങ്കിലും പോയി ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പീരുമേട്ടിലാണെങ്കിൽ ഭയങ്കര തിരക്കുമായിരിക്കും. അക്ഷയയിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ തമ്പൊക്കെ വെച്ച് കണ്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒത്തിരി താമസങ്ങളും കാര്യങ്ങളും ഒക്കെ ആവും. ഞാനൊന്ന് പോയതാണ് പീരുമേട്ടിൽ, അന്ന് ഇലക്ഷൻ്റെ തലേദിവസമായിരുന്നു. അന്ന് ഒരു കാര്യം നടക്കത്തില്ല ചേച്ചി, ഇന്ന് നടക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തിരിച്ചു പോകുന്നു. അന്ന് ഞാൻ സ്കൂട്ടിയും കൊണ്ടായിരുന്നു പോയത് കേട്ടോ. ഏലപ്പാറ കഴിഞ്ഞും കുറേ കൂടെ പോകണം നമുക്ക് പീരുമേടിന്. കുട്ടിക്കാനം കഴിഞ്ഞു, സോറി. ഏലപ്പാറ ചെന്നിട്ട് കുട്ടിക്കാനത്തിന് പോകണം. കുട്ടിക്കാനത്ത് നിന്ന് വീണ്ടും നമുക്ക് പീരുമേടിന് പോകണം. അങ്ങനെ ഞാൻ പോയതായിരുന്നു. ഗ്യാസിൻ്റെ ഓഫീസിൽ വരെ നമ്മുടെ വണ്ടി കൊണ്ടായിരുന്നു കേട്ടോ. അന്നേരം വെയിലായിരുന്നു, നമുക്ക് പ്രശ്നമില്ല. ഈ വണ്ടിയെ കയറി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ ടൈം അല്ലേ, അതുകൊണ്ട് ഒന്നെങ്കിൽ ഇച്ചിരി നേരത്തെ പോകണം, ഇതല്ലെങ്കിൽ സ്കൂൾ ടൈം കഴിഞ്ഞ് പോകണം. അല്ലേ നമ്മുടെ നടുവൊക്കെ പഞ്ചറാകും. പിള്ളേരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയ്യോ, ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു ശകല സമയമോ അല്ലെ വല്ലപ്പോഴും ഒന്ന് നമ്മൾ ആ ബസ്സിലോട്ട് കയറുന്നത് സ്കൂൾ ടൈമിൻ്റെ സമയത്തേ എന്നും ഇടി കൊണ്ടുമല്ലേ ഈ കുഞ്ഞുങ്ങൾ. എൻ്റെ അമ്മേ, എനിക്ക് ഒരു ദിവസം ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒന്ന് പോയിട്ട് എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് കൈക്കാണോ വേദന, നടുവിലാണോ വേദന, കാലിനാണോ വേദന, അതേ മോണൊക്കെ ടൈറ്റായിരുന്നു അന്ന് ആ ബസ്സിൽ. പിള്ളേരുടെ ബാഗും
അതുങ്ങൾ പിന്നെ എന്നെ ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളെ ഒരു പരിധി വരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ മനസ്സിൽ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, എന്നും ഈ കുഞ്ഞുങ്ങൾ ഈ ഇടി കൊള്ളുമല്ലേ, കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ വേദനയൊക്കെ അറിയുന്നത് കേട്ടോ, സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് സ്കൂൾ ടൈം കഴിഞ്ഞൊക്കെ വേണം പോകാനായിട്ട്, പോവുകയാണെങ്കിൽ തന്നെ. എന്തായാലും ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയില്ലേ, 2-3 ദിവസം ഇനി പോകുന്നില്ല. ഭയങ്കര മഴയാണ്. മഴയില്ല, കുട്ടിക്കാനത്തിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് മഴയില്ലാത്തപ്പോഴായിരിക്കണം, അല്ലെ ഭയങ്കര തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എല്ലായിടത്തും പനിയും കാര്യങ്ങളും ഒക്കെയാണെന്ന് ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് പനിയും കാര്യങ്ങളുമാണ് ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഉഷേച്ചിയൊക്കെ ആണെങ്കിലും പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ തയ്യൽ സംഘത്തിൻ്റെ ഉഷേച്ചി ആശാപ്രവർത്തകയും കൂടെയാണ്. അപ്പം മഞ്ഞും തണുപ്പോ കൊണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് ഈയിടെ ഒന്ന് ചുമ മാറി കിട്ടിയതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കുട്ടിക്കാനം പോകാനായിട്ട് ഇച്ചിരി ഇതാണ്. നോക്കാം, ശക്കലം വെയിലൊക്കെ തെളിഞ്ഞിട്ട് പോകാം. ഇതിൻ്റെ ഡേറ്റ് ഇനി എന്നുവരെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മുടെ സൗകര്യത്തിന് നോക്കിയിരുന്ന് കഴിഞ്ഞാലേ അത് റെഡിയാകാൻ പറ്റുമെന്ന്. അതൊന്ന് മെയിനായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ 1-2 സംഘത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കൂടെ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഒരു കാര്യം ഇന്ന് പോയത് നടന്നില്ലെന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ അന്നത്തിന് എനിക്കൊരു മൂഡ് ഔട്ടായി കേട്ടോ. എന്തോ ഒരു സുഖമില്ലാത്ത പരിപാടിയായി പോയി. പിന്നെ ഞാൻ വന്നിട്ട് ഇച്ചിരി റവയെടുത്ത് ഒരു ചിരട്ടക്കുറ്റി പുട്ടുണ്ടാക്കി കഴിച്ചു. വന്നതേ ഞാൻ കുളിച്ചിട്ട് ഈ പുറത്തെല്ലാം പോയി കുറേ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയല്ലോ. അപ്പം നമുക്ക് കുളിച്ചേക്കാൻ എഴുതി വന്നതേ കുളിച്ച് ഒരു ചിരട്ടപ്പുട്ടുണ്ടാക്കിയിരുന്നു റവയുടെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഓർത്ത്, അയ്യോ വീഡിയോ എന്നെ എടുക്കും. ഇന്നലെ വരെ ഉച്ചയൊക്കെ വന്നുകൊണ്ട്, അതിനു മുമ്പൊക്കെ അമ്മു വന്നുകൊണ്ട് ഒക്കെ ഈ 1-2 ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് വീഡിയോയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, കണ്ടന്റ് ക്ഷാമം ഇല്ലായിരുന്നു. കിങ്ങിണി മോളും കൂടെ ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത്, അയ്യോ എന്നാ വീഡിയോ എടുക്കുന്നത്, കുക്കിംഗ് വീഡിയോസ് എന്തെങ്കിലും എടുക്കാം വേണമെങ്കിൽ. പക്ഷേ അതിനുള്ളൊരു മൂടില്ല സത്യം പറഞ്ഞാൽ. എന്തെങ്കിലും വൈകിട്ട് തന്നെ വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് കുറച്ച് സമയം അങ്ങോട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാലും മതി എന്ന് പറയുന്നത് കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ. കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര തണുപ്പുമൊക്കെ, കാലിൻ്റെ വിരലിൽ അവിടെ വരെ തണുക്കുക സത്യം പറഞ്ഞാൽ. ഈ സമയത്ത് നമുക്കിനിയിപ്പം എന്നാ പറയുന്നത്, സോക്സും ഗ്ലൗസും ഒക്കെ ഇടേണ്ടി വരും. എൻ്റെ കൈയൊക്കെ ആണെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ ഈ വരഞ്ഞ് ഭയങ്കരമായിട്ട് അധികവും കഴിഞ്ഞ ആഴ്ചയെല്ലാം ഒത്തിരിയും പാത്രം കഴുക്കും അലക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ വരഞ്ഞ് ഇനിയിപ്പം രാത്രിയിൽ ഇച്ചിരി ഗ്ലിസറിനൊക്കെ തേച്ചിട്ട് ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം. അന്നത്തേനും മൊത്തം പാട് പോലും ഇല്ലാണ്ട് അങ്ങനെ ആയിപ്പോയിക്കോളും. ആ ചൂട് സമയത്ത് എനിക്കതും പറ്റത്തില്ല, ഗ്ലൗസ് ഇതൊന്നും ഇടാൻ പറ്റത്തില്ല. ചൂട് സമയത്ത് ഫുൾ ടൈം ഫാൻ ഇട്ടുകൊണ്ട് നടക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ അതൊന്ന് ചെയ്യണം. അത്രയും ഇപ്പം കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ കാലൊക്കെ വിറയ്ക്കുന്ന മാതിരി വരുന്നു കേട്ടോ. ഞാനോട് തന്നെ ഇന്ന് എന്തെങ്കിലും ഇങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ എന്തെങ്കിലും ആകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അമ്മേനെ വല്ലപ്പോഴും ഇവിടെ നിർത്തണം കേട്ടോ. അത് ദൈവമേ, അമ്മേനെ നിർത്താച്ചിട്ടല്ല കേട്ടോ, അമ്മയ്ക്ക് ഒരു ശകലം പോലും അമ്മ വന്ന അന്നേരം അമ്മയ്ക്ക് പോകണത്. വല്ലപ്പോഴും നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് 2 ദിവസം അല്ലെ 3 ദിവസമൊക്കെ നിൽക്കുമായിരുന്നു. അതിൽ കൂടുതലൊന്നും നിൽക്കത്തില്ല, 2-3 ദിവസമൊക്കെ നിൽക്കുമായിരുന്നു. ഏറ്റവും ഇളയ അനിയത്തിയുടെ വീട്ടിൽ പോയാൽ മാത്രമേ അമ്മ കഷ്ടി ഒരു 5-8-10 ദിവസം വരെയൊക്കെ നിൽക്കാറുള്ളൂ. ബാക്കി ആരുടെ വീട്ടിൽ പോയാലും ഇപ്പോൾ സന്തോഷിൻ്റെ അവിടെയാണെങ്കിലും കുട്ടായുടെ അവിടെയാണെങ്കിലും മോനാരുടെ അവിടെയാണെങ്കിലും എവിടെ കയറിപ്പോയാലും അന്നന്ന് വീട്ടിൽ പോകും. ഇവിടെ വന്നാൽ പിന്നെ ഞങ്ങൾ ചേട്ടയും കൂടെ അത്രയും കുസ്തി പിടിച്ചാലും ഒരു 2-3 ദിവസമൊക്കെ നിൽക്കും. അതിൽ കൂടുതൽ നിൽക്കത്തില്ല, പണ്ടേ നിൽക്കത്തില്ലാത്തൊരു സ്വഭാവമാണ് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ അമ്മേനെ നിർത്താഞ്ഞിട്ടല്ല. അമ്മയുണ്ടെങ്കിൽ ഒരു ഓളം ഉണ്ട്, ഞാനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഏത് സമയം പറയും വരാനായിട്ട്. അതല്ലേ അമ്മ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കാണുന്നതിൻ്റെ കാര്യം. അപ്പം അങ്ങനെ കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു. പിന്നെ റീൽസ് വീഡിയോയുടെ ഒക്കെ കമൻറ്റ് കണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഉണ്ടല്ലോ ഒരു റീൽസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്നാ അരുന്ധതിന്നോ എന്നാടാ പറഞ്ഞിട്ട്. അത് മറ്റുള്ള റീൽസ് കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു റീൽസ് കണ്ടതിൻ്റെ ഇതിലെടുത്ത് ഇട്ടതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഒട്ടും എൻ്റെ മനസ്സിൽ പോലും ശകലം പോലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്ത ഒരു പേരും ഉപമിച്ച് പേരും എടുത്തിട്ട് അവരെ പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ദയവ് ചെയ്ത് പ്ലീസ് ഇത് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും അത് മറ്റൊരു ആൾക്കാർ കാണിക്കുന്ന ഒരു ഇത് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ എനിക്ക് ഉൾക്കൊള്ളാൻ പോലും എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ പേരും ഒക്കെ ആയിട്ടെടുത്ത് എൻ്റെ ദൈവമേ അതെനിക്ക് പറയണമെന്ന് തോന്നി. ആ ഇട്ട ആൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം, ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കമൻറ്റ്സ് ഇടാതിരിക്കുക കേട്ടോ. നിങ്ങൾ ആ ആൾ എൻ്റെ ചാനലിൽ ഇടുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഹാർട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്.
ഇപ്പം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അല്ലാണ്ട് ഞാനത് അഥവാ ഡിലീറ്റാക്കി ഉടനെ അടുത്ത ചാനലിൽ പോയിട്ട് അത് അങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും പറയുന്നതിനകത്തോ അങ്ങനൊന്നും അല്ല. നമുക്കിപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും പറയുന്നേ, ഒരു 3-4 റീൽസ് ഞാൻ കണ്ടു ഇങ്ങനെ കൊതുപാറ്റ് പിടിച്ചും മുട്ട പിടിച്ചും കുപ്പിക്കകത്തോട്ട് ഭൂതത്തിനെ പിടിച്ചെടുത്ത മാതിരി അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കതൊരു ഇത് തോന്നി, എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ ആക്ട് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ ഒരാളുടെ ഒരു ഇത് നോക്കിയിട്ടല്ല. വേറെ എനിക്ക് എന്നാ പറയുന്നത്, വേറെ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തവരുടെ പേരും എടുത്ത് അതിനെ താരതമ്യപ്പെടുത്തി പറയണ്ട കേട്ടോ. അതെനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ അപ്പം തന്നെ അത് ഡിലീറ്റ് ആക്കിയായിരുന്നു. പിന്നെ എന്നാ പറയാനുള്ളത്, പിന്നെ എല്ലായിടത്തും മഴയും കാര്യങ്ങളും ഒക്കെയാണ്, എല്ലാവരും സൂക്ഷിക്കുക. കാരണം മഴയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പിന്നെ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണിപ്പം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉള്ളിടത്തൊന്നും പോയത്. പിന്നെ വെള്ളത്തിൻ്റെ അതിനകത്ത് ഒരു കമൻറ്റ് ഞാൻ കണ്ട. ഈ ഇപ്പം ഞാൻ പറഞ്ഞ വ്യക്തി തന്നെ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തിലെ പിന്നെ കുടുംബത്തിലുള്ള 5 പേരോ മരിച്ചു വെള്ളത്തിൻ്റെ അവിടെ പോയിന്ന്. അത് നമ്മൾ ഷോ കാണിക്കാൻ വെള്ളത്തിൽ പോകുന്നതല്ലോ, ഈ എൻജോയ്മെൻറ്റ് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആരാണേലും പോവുകയില്ല. ഈ പറയുന്ന വ്യക്തി പോകത്തില്ലെന്ന് എനിക്കപ്പോൾ ഫീൽ തോന്നിയായിരുന്നു. എനിക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഈ പറയുന്നത്. അതിനൊക്കെ നമ്മൾ സങ്കടപ്പെടാൻ പോകുന്നത് എന്തിനാ? ആരിലൊക്കെ പോയിട്ടല്ലേ, അങ്ങനെ പോയി നിൽക്കുന്നവരൊക്കെ പോകട്ടെ, അങ്ങനെയാണെന്ന്. സോറി, അങ്ങനൊന്നും അല്ല കേട്ടോ നമ്മൾ പറയേണ്ടത്. കാരണം നമ്മളിപ്പം ഞങ്ങൾ ഈയിടെ ഉഷച്ചെടുത്ത് മുണ്ടക്കത്തിന് പോയി. അപ്പോൾ ആ വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേനും പിള്ളേർ പറഞ്ഞാൽ ഇറങ്ങാന്ന്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എരിച്ചിലടിക്കുന്നുണ്ട്, വെള്ളം ഇങ്ങോട്ട് പറക്കുന്ന മാതിരിയാണ്. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു വേണ്ട പറയാൻ കൊച്ചിനെ കൊണ്ട് ഇറങ്ങണ്ട, ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഭാഗ്യം മുളക് അവിടെ വന്നപ്പോൾ നിറച്ച് വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇട്ടിട്ട് പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയാണ് നമ്മുടെ ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനത്തെ ഇതൊക്കെ നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുക, കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പോൾ ഇതെല്ലാം കൂടെ പൊട്ടി വന്നാൽ നിങ്ങളവിടെ പോയി ഷോ കാണിച്ചിട്ടല്ലേ, നിങ്ങളവിടെ നിന്നിട്ടല്ലേ എന്നൊക്കെ പറയുന്നതിനകത്ത് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണോ? എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ഒരു കുഞ്ഞു പിള്ളേർ ഉൾപ്പെടെ മരണപ്പെട്ടു പോയ ഒരു കാര്യമല്ലേ, അത് ഷോ കാണിക്കാൻ പോയിട്ടല്ലേ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതും ഈ ഇപ്പം മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ആ വ്യക്തി തന്നെയാണ് ആ 2 കമൻറ്റും ഇട്ടിരുന്നത്. ആ 2 കമൻറ്റും ഞാൻ ഡിലീറ്റ് ആക്കി. അതിൻ്റെ തലേദിവസത്തെ ഇതിനാണെങ്കിൽ നല്ലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ആൾ തന്നെ. അതിന് ഞാൻ ഹാർട്ടിലേക്കും കൊടുക്കുകയും, അതിൻ്റെ 2 ദിവസം മുമ്പത്തേക്കാണെന്ന് തോന്നുന്നു, അതിന് ഞാൻ ഹാർട്ടിലേക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ദൈവമേ, നമുക്കൊരു ആളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ പറ്റുന്നേ. നമുക്ക് എന്താ വെച്ചേക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലല്ലേ. അതുകൊണ്ട് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു മഴക്കാലം ആകുമ്പം ഭയങ്കര ഒരു പേടി സ്വപ്നമാണ് ഞങ്ങൾക്കൊക്കെ. അങ്ങനെ കൂടെ ഉള്ളിടത്ത് ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നതും ഒഴുകിപ്പോകുന്നതും അതൊക്കെ ലൈവായിട്ട് നമ്മൾ കാണുക കൂടി ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു ഭീകര അന്തരീക്ഷമാണ് മനസ്സിൽ. ശരിക്കും വിഷമം തട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നെഗറ്റീവ് പറഞ്ഞെന്നല്ല ഞാൻ താങ്കളോട് ഉദ്ദേശിച്ചത്. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനത് ഡിലീറ്റാക്കി കളഞ്ഞു എന്നാണ് കേട്ടോ. അതൊക്കെ ഇനി അത് വേറെ ഇതിലെടുക്കുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ. പിന്നെ ഒരു സന്തോഷ കാര്യം പറയാനുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഈ ഉപ്പുതറയെന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചതിൽ ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു നമ്മളിവിടെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് സിറ്റിയും ഇപ്പോഴാണ് ഇച്ചിരിയൊക്കെ വലിയൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ചെറിയ സിറ്റിയിൽ നിന്ന് ഒരു വലിയ സിറ്റിയായി മാറിയത്. ഞാനേ ഈ കഴിഞ്ഞ ദിവസം പോയപ്പം ഉപ്പറയ്ക്ക് പോവുകയാണേ. അപ്പോൾ എൻ്റെ കൃഷ്ണമോളുടെ അച്ഛനും അമ്മയും കൂടെ വിളിച്ചു കേട്ടോ. അപ്പോൾ എവിടെ ചേച്ചി എവിടെ പുറത്തെങ്ങാണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പുറത്താണ്, ഞാൻ സിറ്റിക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തേത് എൻ്റെ കളിയാക്കി തുടങ്ങി എൻ്റെ ആകളെ. എന്താണെന്നറിയാം, മെട്രോ ഒന്നും ഇടിക്കരുത് കേട്ടോ, സൂക്ഷിച്ച് മാറിയൊക്കെ പോകണമെന്ന്. ഞങ്ങൾ സിറ്റിയിൽ നിന്ന് ഇതിന് പറഞ്ഞിട്ട് കേട്ടോ. ഇപ്പം അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്ക് നമ്മുടെ സിറ്റി ഒരു വലിയ സിറ്റി തന്നെയല്ലേ. അപ്പോൾ അവരൊക്കെ വലിയ ടൗണുകളിൽ ജീവിക്കുന്നവരല്ല, അതിന് ചുമ്മാ എൻ്റെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇപ്പം പെട്ടെന്ന് അതെനിക്ക് മനസ്സിൽ ഓർമ്മ വന്നു. അപ്പം ഈ ഉപ്പുതറ എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ചതിൽ ഒത്തിരി സന്തോഷം അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ
ഒത്തിരി അധികം കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, എടുത്തെടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നാലും അതിനെക്കാട്ടി എല്ലാം ഉപരിയായിട്ട് എന്നാ പറയുന്നത്, അമേരിക്കൻ ഗവേഷക സംഘം വന്ന് ഇവിടെ നമ്മുടെ കൊച്ചു നാട്ടിലെ ഈ കുഞ്ഞു ഉപ്പുതറ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ വന്ന് പരീക്ഷണം ഗവേഷണം നടത്തിയിട്ട് ഇവിടെ ഉള്ളവർക്ക് ആയുസ് കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ള ഓക്സിജൻ, ശുദ്ധമായ വായു ഭയങ്കരമായിട്ടും കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷം തോന്നി അത് കേട്ടപ്പോഴേ അറിഞ്ഞപ്പോഴേ. കാരണം നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ച് ശുദ്ധവായു ശ്വസിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ, സമാധാനത്തോടെ ഉറങ്ങാൻ, ഇതൊക്കെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വായു കിട്ടിയില്ലെങ്കിൽ എന്നായിരിക്കും അവസ്ഥ? ആറ്റിൽ നിന്ന് പിടിച്ച് മീനെ കരയിടുന്ന മാതിരിയായിരിക്കും അല്ലേ? നമ്മൾ കിടന്ന് പിടയ്ക്കും. ചില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റത്തില്ലേ, ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർ കിടന്ന് ശ്വാസം കിട്ടാതെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റേജ് ഉള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൊറോണയൊക്കെ വന്നപ്പോൾ നമുക്കറിയാം അല്ലേ, ഓക്സിജൻ ലെവലൊക്കെ താന്നു പോയി, എന്തേറെ ആൾക്കാർ മരിച്ചു, മരണപ്പെട്ടു പോയി. അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഗവേഷണം നടത്തിയപ്പോൾ അമേരിക്കൻ ഗവേഷകരാണ് കേട്ടോ. അതിനകത്ത് ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ തന്നെ ജനിച്ചതിൽ. നമ്മുടെ പെരിയാറിൻ്റെ ഇതാണെന്നാണ് ഒരു പരിധിവരെ അറിയാൻ സാധിച്ചത് കേട്ടോ, ശുദ്ധവായു. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ നമുക്ക് കാണാവേ, നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉള്ളവരും ഒത്തിരി പേര് ആരുടെ തീരത്തൊക്കെ ഉള്ളവരും തോടിൻ്റെ തീരത്തൊക്കെ ഉള്ളവരും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഒരു വേസ്റ്റ് സാധനവും കൊണ്ടുപോയി ആരിലോട്ട് എറിയാനോ ആരിൻ്റെ സൈഡിൽ ഇടാനോ ഒന്നും പാടില്ല. കാരണം അത്രയും നല്ല രീതിയിലാണ് നമുക്ക് ആ ഒരു വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾ ഇറക്കി വെള്ളത്തിൽ ആറ്റിൻ്റെയിലോട്ട് ഇറക്കി പണിയുക, ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള, നമുക്ക് തന്നെ ഭാവിയിൽ വലിയ മണിമാളികയൊക്കെ ആറ്റിലോട്ട് ഇറങ്ങി കയ്യാലയൊക്കെ വെച്ച് ഇറക്കി പണിത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വെള്ളവും കാറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമോ? നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം പ്രകൃതിയെ ആരും ദ്രോഹിക്കാതിരിക്കുക അല്ലേ? എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഈ ഉപ്പുതറയുടെ ഇത് കേട്ടപ്പോൾ എന്താണ് ഞാനത് ഇതിനകത്ത് വാട്സപ്പിൽ മെസ്സേജിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം ഗ്രാമം എന്ന് പറഞ്ഞുകൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതറിഞ്ഞതിൽ ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണം. കാരണം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, അയ്യോ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ചൊക്കെ യാത്ര ചെയ്തല്ലോ, ഓരോ ടൗൺ ഏരിയയിലും ചെല്ലുമ്പോഴത്തേനും സ്മെല്ല് കാരണവും പറ്റത്തില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്നാ പറയുന്നത്, റോഡ് സൈഡിൽ കൂടെയൊക്കെ വേണ്ടാത്ത മലിനീകരണങ്ങൾ മൊത്തം കാണിച്ചു വയ്ക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. നമ്മൾ പൊതുവഴിയിലൊന്നും കാണിക്കരുതാത്ത കാര്യങ്ങൾ യൂറിനാളിലും ബസ് ചെയ്ത് വെക്കുക, മലമാണെങ്കിലും മലവിസർജനമാണെങ്കിലും ഒക്കെ നമുക്ക് നടന്നു പോയി ബസ് കയറത്തില്ലാത്ത സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഈ ഒരു കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളൊരു യാത്രയിൽ പോയപ്പോൾ ഞാനും ചേട്ടൻ പോയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചേട്ടായി ഇനി മേലെ എൻ്റെ ഈ വഴിക്ക് കൊണ്ടുവന്നേക്കരുതേത്. കാരണം ഇന്നും അങ്ങനെ ഉണ്ടല്ലോ. പണ്ടേ ശരിയാണ്, പണ്ടെന്ന് വെച്ചാൽ എല്ലാവരുടെയും വീട്ടിൽ ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ അതെല്ലാം നല്ല പുരോഗമനമായി വരുമ്പോൾ നമ്മൾ കാലത്തിനൊപ്പം നമ്മൾ മാറണമല്ലോ ഒരു പരിധി വരെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞങ്ങളുടെ ഈ കുഞ്ഞു ഗ്രാമത്തിൽ ഇത്ര നല്ല ശുദ്ധവായു ഒക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഇതാണെന്ന്. പിന്നെ പഞ്ചായത്തിൻ്റെയൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ശുദ്ധീകരിച്ച് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുക, അതൊക്കെ പിന്നെ കമ്പനികൾ കാര്യങ്ങളൊക്കെ ഈ ഇതല്ലേ, ചീത്തപ്പോകളും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാലായിരിക്കാം വലിയ വലിയ വികസനങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞു ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും കിട്ടുന്ന ഒരു നാടാണിത്. അപ്പോൾ ഇന്ന് കുറേ പേരെ ഇത് കണ്ടായിരുന്നു കേട്ടോ. കുറേ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്തൊക്കെ പോയി പഠിക്കാൻ പോയിരിക്കുന്നതും ജോലിക്ക് പോയിരിക്കുന്നതൊക്കെ കുറേ പേരെ ആൾക്കാരുടെ ഇത് കണ്ടായിരുന്നു. നമ്മുടെ ഗ്രാമം അത്ര ഭംഗിയാണ്. ഇനി അവിടെ വന്നിട്ട് വേണം ശരിക്കും അത് ശ്വസിക്കാനായിട്ട്, ശരിക്കും ആസ്വദിക്കാനായിട്ടെന്നൊക്കെ. അപ്പം ഒത്തിരി നല്ല കാര്യമല്ലേ? അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.
ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ഒരു വലിയ വീഡിയോ ഒന്നുമല്ല. എന്നാൽ എൻ്റെ മനസ്സിന് നിങ്ങളോട് കുറേ നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സുഖവും സന്തോഷമൊക്കെ കിട്ടും കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ കമൻറ്റ് പറഞ്ഞ വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തിയോ ഇതൊന്നും മോശപ്പെടുത്തിയോ ഒന്നും പറഞ്ഞല്ല. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്ത കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽബട്ടനോടെ ഒന്ന് ഇടിച്ചു പിടിച്ചേരേ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ. ഈശ്വര റവ കയറി വരുന്നു, റവപ്പുട്ട്. അപ്പം പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.